ഹലോ, ഇന്ന് ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ കളർ A4 ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തെച്ചിപ്പൂവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം അത് തെച്ചിപ്പൂ പോലെ തന്നെ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡ്, ഗ്രീന്, അതുപോലെ തന്നെ ഓറഞ്ച്, ഇങ്ങനെ 3 കളറാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ബണ്ടിലാണ് മേടിച്ചിട്ടുള്ളത്. അതിന് 100 രൂപയാണ് കേട്ടോ. റെഡ്, ഓറഞ്ച് കളറുകളിൽ നിന്ന് നമുക്കിതാ ഈ ഒരു വലുപ്പത്തിലുള്ള കുറച്ചധികം തന്നെ പീസുകൾ മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ബുക്ക് സ്റ്റോളിലും ഫാൻസി കടകളിലൊക്കെ ഈ ഒരു പേപ്പർ ലൂസായിട്ട് നമുക്ക് 2 രൂപ നിരക്കിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചാലും മതി, ഈ ഒരു ബണ്ടിൽ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായിട്ടും സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബണ്ടിൽ മേടിച്ച് വെക്കുകയാണ് കുറച്ചും കൂടെ ലാഭമായിട്ടുള്ളത്. അപ്പോൾ ഞാനത് അതിൽ നിന്ന് കുറച്ചധികം കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1-2 കഷ്ണങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതാ ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ മടക്കിയിട്ട് ഇതാ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം വരുന്നില്ലേ, അവിടെ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ഒന്ന് മുറിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ചധികം തന്നെ പൂക്കളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. റെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അങ്ങനെയുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എത്രയധികം പൂക്കൾ ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഫ്ലവർ വയർ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിതാ കളർ A4ൻ്റെ ഒരു കഷ്ണം അതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ മുറിച്ചെടുത്തിട്ടുള്ള ഫ്ലവർ വയറില്ലേ അത് അതിലോട്ട് വെച്ചിട്ട് 2 ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. അതൊന്ന് ഒട്ടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ, അതായത് ആ ഒരു കമ്പി ഇല്ലാത്ത ഭാഗങ്ങൾ നമുക്കിതാ ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കിട്ടുക. ഇനി നമുക്ക് ആ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൻ്റെ മുകളിലോട്ട് ഇതാ ഒരു ഭാഗത്ത് ഇതാ അതുപോലെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂവ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആ പൂവിൻ്റെ സെൻറ്റർ ഭാഗം ആ ഒരു കമ്പിയുടെ മുകളിലാവുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഇതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് കളറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു പൂവെടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് ഇത് അങ്ങനെ ഒന്ന് പശ വെച്ചിട്ട് തമ്മി ഒട്ടിച്ചു കൊടുക്കാം. ഇനി അപ്പുറം ഇപ്പുറമുള്ള ഇതളുകളും ഇതുപോലെ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കമ്പി അങ്ങ് വെച്ച് കൊടുത്താൽ ആ ഒരു മുട്ടായിട്ട് കിട്ടും കേട്ടോ. ഇനി തെച്ചിപ്പൂവിൻ്റെ ഇല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒറിജിനലായിട്ടുള്ള ഇല എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കിത് അങ്ങനെ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചതിന് ശേഷം ഒരു CD മാർക്കർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇലകളൊക്കെ വെട്ടിയെടുക്കാൻ സുഖമാണ്. അപ്പോൾ ഏത് തരം ഇലകളും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ അതൊക്കെ പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനതാ അങ്ങനെ ഇല ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അങ്ങനെ ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിൻ്റെ നാരുകളൊക്കെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്കെച്ച് പെൻ എടുക്കുന്ന സമയത്ത് ആ ഗ്രീൻ കളർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വേറെ എന്തെങ്കിലും കളറുകളാണെന്ന് വെച്ചാൽ അതൊന്ന് എടുത്ത് കാണിക്കും. ഇതാകുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ ഇങ്ങനെ പതിഞ്ഞ് കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഞാനിതാ കുറച്ച് വലുപ്പമുള്ള ഒരു ഫ്ലവർ വയർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർക്ക് ആ ഒരു ഗ്രീൻ കളർ പേപ്പർ തന്നെ ചുറ്റിയെടുത്താലും മതിയാവും. ഇനി ഇതാ ഇലയുടെ സെൻറ്റർ ഭാഗത്തോട്ട് ഞാനിതാ ഇങ്ങനെ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവർ വയർ അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചധികം പൂക്കളും മുട്ടുകളും ഇലയും കൂടി തയ്യാറാക്കി എടുത്തതിന് ശേഷം ഒരു പൂങ്കുല പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്, കറക്റ്റ് ആ ഒരു തെച്ചിപ്പൂവിൻ്റെ പോലെ തന്നെ ഉണ്ടോ എന്ന് പറയൂ കേട്ടോ. എനിക്കിത് ഏകദേശം അതുപോലെ തന്നെയാണ് തോന്നുന്നത്. കുറച്ചും കൂടെ പൂക്കൾ വേണമെന്ന് തോന്നി കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പൂക്കളൊക്കെ എൻ്റെ വീട്ടിലത്തെ ഷോക്കേസിൻ്റെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ തൊട്ടടുത്തിരിക്കുന്ന ചെമ്പരത്തി പൂവ് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരെന്തായിട്ടൊന്നും പോയി കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.